അച്ചടക്കവും സ്വാതന്ത്ര്യവും രണ്ടാണെന്നത് തിരിച്ചറിയണമെന്ന് പ്രമുഖ വേദപണ്ഡിതൻ എം.ആർ. രാജേഷ് വിദ്യാനഗറിലെ ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ജ്ഞാനയജ്ഞത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വർത്തമാനകാല സമൂഹത്തിൽ സ്വാതന്ത്ര്യവും അച്ചടക്കവും പരസ്പരം തെറ്റിദ്ധരിക്കപ്പെടുകയും അതിന്റെ പരിണിതഫലം ദുരന്തമായി മാറുകയുമാണെന്ന് പ്രമുഖ വേദപണ്ഡിതനും കാശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ സ്ഥാപകനുമായ എം.ആർ. രാജേഷ് പറഞ്ഞു. വിദ്യാനഗറിലെ ചിന്മയ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജ്ഞാനയജ്ഞത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മാതൃത്വത്തെയും പിതൃത്വത്തെയും വേദത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന്റെ മഹിമ ഉയർത്തപ്പെടുന്നത്. വേദത്തിൽ എല്ലാ അറിവിന്റെയും ബീജം അടങ്ങിയിട്ടുണ്ട്. ഊടും പാവും പോലെ മനുഷ്യനും പ്രകൃതിയും പരസ്പര പൂരകമാണ്. അതാണ് സാമൂഹ്യ ഔന്നത്യത്തിന്റെ അന്തസ്സായി മാറുന്നതെന്നും എം.ആർ. രാജേഷ് കൂട്ടിച്ചേർത്തു. നമ്മുടെ എന്ന് നിരവധി അനുഭവങ്ങളാണ് മനസ്സിലായിട്ടുണ്ട്. അതിന് റീഇൻകാർണേഷൻ എന്ന് ഇംഗ്ലീഷിൽ ചിലർ പറയാറുണ്ട്. മെറ്റംസിക്കോസിസ് എന്നൊരു വാക്ക് പറയാറുണ്ട്. ഈ രണ്ട് വാക്കിൽ മെറ്റംസിക്കോസിസ് ആണ് നമ്മുടെ പുനർജന്മം എന്ന് പറയുന്നത്. റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെ വീണ്ടും ആവർത്തിച്ച് ജനിക്കും, ഒരേപോലെ ജനിക്കുക. മനുഷ്യനായി തന്നെ ജനിക്കുന്നത് റീഇൻകാർണേഷൻ, അല്ലെങ്കിൽ അത് മെറ്റംസിക്കോസിസ്. അതായത് നമ്മൾ ഇപ്പൊ ജനിച്ചു, നാളെ എന്തായി ജനിക്കുന്ന ഉറപ്പില്ല, അങ്ങനത്തെ ജന്മം. അപ്പൊ മനുഷ്യനായ ഒരാളെ ഞാൻ ജനിക്കാമോ? എല്ലാവരും ചോദിക്കും. കഴിഞ്ഞ ജന്മം നായയായിരുന്നു, അതിന്റെ മുന്നത്തെ ജന്മം ഒരു ഉറുമ്പായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇപ്പോ ഈ ജന്മം എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യനായി ജനിക്കാൻ? കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്താലല്ലേ മനുഷ്യനായി ജനിക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ജന്മം നായയായിരിക്കുന്ന ഒരാൾ ഈ ജന്മത്തിൽ എങ്ങനെയാണ് പതുക്കെ ഒരു മനുഷ്യനായി ജനിച്ചത്? അയാൾക്ക് നല്ല കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു നായക്ക് വിശേഷ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗം അതിന്റെ വിശേഷ ബുദ്ധി കൊണ്ട് അത് ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അത് അധർമ്മമാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അത് ധർമ്മമാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഈ മൃഗങ്ങൾക്കില്ലല്ലോ. ഇല്ല. അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് പുനർജന്മം മനുഷ്യനായി ജനിക്കാം? അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മനുഷ്യനായി ജനിക്കുന്നത് പുണ്യവും പാപവും തുല്യമായി വരുമ്പോഴാണ്. പരിപാടിയിൽ സുകുമാരൻ പെരിയച്ചൂർ, എം ഗംഗാധരൻ എന്നിവരും സംസാരിച്ചു. രാജേഷിന്റെ ശിഷ്യകളായ ആർ അനിതകുമാരി, പി ഓമന, സി രാധ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അഗ്നിഹോത്രവും നടത്തി. 2 ദിനങ്ങളിലായി നടന്ന ജ്ഞാനയജ്ഞം ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.